ഡാ, ഞാൻ ഇന്നലെ ഈ അസൈൻമെന്റിന് വേണ്ടി രാത്രി ഉറക്കമിളച്ചിരുന്ന് അംബേദ്കറുടെ ഒരു പഴയ പ്രസംഗം വായിച്ചെടുത്തു. ഷോ, ഞാൻ വിചാരിച്ച പോലെയല്ല. സംഭവം വേറെ ലെവലാണ് കേട്ടോ. ഏത് പ്രസംഗം? ഭരണഘടനാ നിർമ്മാണ സഭയിലെ അവസാനത്തേതോ? 1949 നവംബർ 25-ലെ? അത് പൊളിയാണ്. ആ, അത് തന്നെ. ഞാനും അത് നോക്കിയപ്പോൾ കിളി പോയിരിക്കുകയായിരുന്നു. നമ്മൾ വിചാരിക്കും ഭരണഘടനയൊക്കെ റെഡി, ഇനി ഫുൾ ആഘോഷം, ഷേക്ക് ഹാൻഡ്, സെൽഫി ടൈം എന്നൊക്കെ. പക്ഷെ ആളവിടെ മുഴുവൻ വാർണിംഗ് ബെല്ലുകളാണ് മുഴക്കിയത്. അതെ, അത് തന്നെ. വെറും താങ്ക്സ് ഗിവിംഗ് സ്പീച്ചല്ല. ഭാവിയെപ്പറ്റി ആൾക്ക് നല്ല പേടിയുണ്ടായിരുന്നെന്ന് തോന്നുന്നു, ശരിക്കും പറഞ്ഞാല്. ഭയങ്കര ദീർഘവീക്ഷണം. നമ്മൾ ഇന്ന് കാണുന്ന പല സീനുകളും അങ്ങേര് അപ്പോഴേ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഈ നോട്ട്സ് വെച്ചൊന്ന് കീറി മുറിച്ചാലോ സംഭവം? ഓ, സെറ്റ്. ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾക്കും ഞങ്ങളുടെ കൂടെ കൂടാം. എന്താ? നല്ല ഐഡിയ. അപ്പോ എവിടുന്ന് തുടങ്ങണം? ആളുടെ ആ കടപ്പാട് പറയുന്ന ഭാഗത്തുനിന്നോ അതോ നേരിട്ട് വാർണിംഗ്സിലേക്ക് ചാടണോ? വാർണിംഗ്സ് ആണ് മെയിൻ. എന്നാലും ആ ക്രെഡിറ്റ് കൊടുക്കുന്ന കാര്യം അത് പെട്ടെന്ന് പറഞ്ഞു പോയാലോ? അല്ലെങ്കിൽ അംബേദ്കർ ഒറ്റയ്ക്കിരുന്ന് ഫുൾ ഭരണഘടന ടൈപ്പ് ചെയ്തുണ്ടാക്കിയെന്ന് ചില ഫാൻസ് പറയും. ശരിയാ, അദ്ദേഹം ആദ്യം തന്നെ BN റാവുവിന് ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. റാവു കാരണം ഭരണഘടനയുടെ ഒരു ബേസിക് ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയത് പുള്ളിയാണ്. പിന്നെ SN മുഖർജി. ആ പേര് ഞാനും നോട്ട് ചെയ്തു. പേര് കേട്ടാൽ ഒരു വെറൈറ്റി ഫീൽ ഉണ്ടെങ്കിലും ആള് പുലിയായിരുന്നു. ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ. ഭയങ്കര കോംപ്ലിക്കേറ്റഡായ ആശയങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവർക്കും മനസ്സിലാവുന്ന ലീഗൽ ഭാഷയിലേക്ക് മാറ്റിയെടുത്തത് മുഖർജിയാണ്. ഓഹോ. അത് അസംബ്ലിയുടെ ഒരുപാട് സമയം ലാഭിച്ചു എന്ന് അംബേദ്കർ തന്നെ പറയുന്നുണ്ട്. SN മുഖർജി കൊള്ളാം. മുഖർജിയുടെ കരവിരുതിൽ ഭരണഘടന മിനുങ്ങി. അങ്ങനെയൊക്കെ വല്ല ടൈറ്റിലും കൊടുക്കാമായിരുന്നു. പുള്ളി കാരണം അംബേദ്കറിന് കുറച്ച് റിലാക്സ് ചെയ്യാൻ സമയം കിട്ടിക്കാണും, അല്ലേ? ഒരുപക്ഷെ. അല്ലെങ്കിൽ തന്നെ ഈ ലോ കോളേജിലെ പിള്ളേരുടെ നോട്ട്സ് കണ്ടാ അറിയാവല്ലോ, ഈ ഭാഷയുടെ ഒരു പുകില് ഭയങ്കര പാടാണ്. അതുപോലെ കോൺഗ്രസ് പാർട്ടിയെയും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. കോൺഗ്രസ്. കാരണം അന്ന് ഭരണകക്ഷി അവരായിരുന്നല്ലോ. അസംബ്ലിയിൽ ഒരു ഡിസിപ്ലിനും ഓർഡറുമൊക്കെ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് എന്ന് പറയുന്നുണ്ട്. ഡിസിപ്ലിൻ. ഓരോ ആർട്ടിക്കിളും പാസ്സാകുമോ ഇല്ലയോ എന്നൊക്കെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് ഒരു ഏകദേശ ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് അനാവശ്യ വാഗ്വാദങ്ങൾ ഒഴിവാക്കാൻ പറ്റി. ഇമാതിരി ഡിസിപ്ലിൻ നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്നെങ്കിൽ എക്സാമിന് തലേന്ന് പ്രോക്സി വെക്കാൻ ഓടേണ്ടി വരില്ലായിരുന്നു. ശരി, അപ്പൊ ക്രെഡിറ്റ്സ് ഓക്കെ. ഇനി ആ തീപ്പൊരി വാർണിംഗ്സിലേക്ക് കടക്കാം. അതാണ് എനിക്ക് ഏറ്റവും ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ആദ്യത്തത് ഭരണഘടനാപരമായ ധാർമ്മികത, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. ആ വാക്ക് ഞാൻ ശ്രദ്ധിച്ചു. എന്താണത്? സംഭവം സിമ്പിളായി പറഞ്ഞാൽ, നിയമത്തിന്റെ പുസ്തകത്തിൽ എഴുതിവെച്ചത് അതേപടി അനുസരിച്ചാൽ മാത്രം പോരാ. അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം, ആ സ്പിരിറ്റ്, അതും കൂടി ഉൾക്കൊള്ളണം. ഇത് കൊള്ളാലോ പരിപാടി. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കോളേജിലെ ഹോസ്റ്റൽ വാർഡിനെ പറ്റിക്കുന്ന ടീമിനെ ഉദ്ദേശിച്ചാണോ? എങ്ങനത്തെ ടീം? റൂൾ ബുക്കില് രാത്രി 10 മണിക്ക് ഗേറ്റ് അടയ്ക്കും എന്നേയുള്ളൂ, മതില് ചാടരുത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന ലൈൻ. ടെക്നിക്കലി അവർ റൂൾ ബ്രേക്ക് ചെയ്യുന്നില്ല, പക്ഷെ സംഭവം ശരിയുമല്ല. ഇതിനെപ്പറ്റിയാണോ അംബേദ്കർ പറഞ്ഞത്? ഒരു തരത്തിൽ അതെ, കറക്റ്റാണ്. നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് അതിന്റെ ലക്ഷ്യത്തെ തന്നെ ഇല്ലാതാക്കുന്നതിനെതിരാണ് ആ വാർണിംഗ്. വെറും നിയമവാഴ്ചയല്ല, ധാർമ്മികതയിലൂന്നിയ ഭരണഘടനാപരമായ പെരുമാറ്റമാണ് വേണ്ടത്. ഇത് ശരിക്കും ഭരണകൂടത്തിന്റെ അധികാരത്തെ നിയന്ത്രിക്കാനുള്ളൊരാശയം കൂടിയാണ്. പക്ഷേ ഒരു സംശയം, നിയമം അനുസരിച്ചാ പോരെ? അതിന്റെ സ്പിരിറ്റൊക്കെ ആര് നോക്കുന്നു? ചിലപ്പോൾ നിയമം ഉണ്ടാക്കിയവർക്ക് തെറ്റുപറ്റിയതാണെങ്കിലോ? അത് ശരിയാണ്. ഈ സ്പിരിറ്റ് നോക്കാൻ പോയാൽ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ വ്യാഖ്യാനിക്കുക? ആകെ കൺഫ്യൂഷനാവില്ലേ? നല്ല ചോദ്യം. അവിടെയാണ് ജനാധിപത്യ സ്ഥാപനങ്ങളുടെയും നമ്മുടെ കോടതികളുടെയും ഒക്കെ പങ്കുവരുന്നത്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളില്ലേ? സമത്വം, സ്വാതന്ത്ര്യം. അതെ, സമത്വം, സ്വാതന്ത്ര്യം, നീതി. ഇവയ്ക്ക് വിരുദ്ധമാവാത്ത രീതിയിൽ വേണം നിയമങ്ങളെ വ്യാഖ്യാനിക്കാനും നടപ്പാക്കാനും. സ്പിരിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അടിസ്ഥാന മൂല്യങ്ങളെയാണ്. ഇതല്ലെങ്കിൽ ഭരണഘടന വെറുമൊരു കടലാസായി മാറും. ഓക്കെ, കത്തി. അടുത്തത് അതാണ് ഞാൻ നേരത്തെ ഓർത്ത് ചിരിച്ചത്, രാഷ്ട്രീയത്തിലെ വ്യക്തിപൂജ അല്ലെങ്കിൽ ഭക്തി. ഹീറോ വർഷിപ്പ് അല്ലെങ്കിൽ ഭക്തി ഇൻ പൊളിറ്റിക്സ്. ഇത് ജനാധിപത്യത്തെ തകർത്ത് ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഷോർ റോഡ് ടു ഡീഗ്രഡേഷൻ ആൻഡ് ഡിക്റ്റേറ്റർഷിപ്പ് ആണെന്ന്. എന്തൊരു വാക്കാണല്ലേ? അതെ, അംബേദ്കർ വളരെ ശക്തമായിട്ടാണ് ഇതിനെതിരെ സംസാരിച്ചത്.
ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഇതിന് സാധ്യത കൂടുതലാണെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. ഓ, ഭക്തി എന്നത് മതത്തിലൊക്കെ ആയിരിക്കാം, പക്ഷെ രാഷ്ട്രീയത്തിൽ അത് അപകടമാണ്. ഒരു നേതാവിനെയും എത്ര വലിയ ആളായാലും സ്വന്തം സ്വാതന്ത്ര്യവും വിവേകവും പണയം വെച്ച് ആരാധിക്കരുത്. തമാശയായി, നേതാവേ, രക്ഷക, അങ്ങയുടെ കാൽക്കൽ ഇതാ എന്റെ ഫേസ്ബുക്ക് പാസ്വേഡും ATM പിൻ നമ്പറും സമർപ്പിക്കുന്നു. അങ്ങ് പറയുന്നതാണ് ഞങ്ങളുടെ ഫൈനൽ വേർഡ്. ഇതാണോ സീൻ? ഏകദേശം. ചില രാഷ്ട്രീയ നേതാക്കളുടെയും സിനിമാ നടന്മാരുടെയും ഓൺലൈൻ ഫാൻ ഫൈറ്റ് കാണുമ്പോൾ ഏകദേശം ഈ വൈബ് കിട്ടാറുണ്ട്. സത്യം. അതെ അതെ. എന്തിന്, നമ്മുടെ കോളേജിലെ ചില യൂണിയൻ നേതാക്കന്മാരുടെ പിന്നാലെ നടക്കുന്നവരെ കണ്ടാലും തോന്നും ഒരുമാതിരി, എന്താ പറയാ. ഏകദേശം അതുതന്നെ. വിമർശനബുദ്ധിയില്ലാത്ത ആരാധന ജനാധിപത്യത്തിന് നല്ലതല്ല. നേതാക്കൾ തെറ്റുപറ്റാത്തവരല്ലല്ലോ. ഉം, അവരെ ചോദ്യം ചെയ്യാനും ആവശ്യമെങ്കിൽ തിരുത്താനും പൗരന്മാർക്ക് കഴിയണം. ആ കഴിവിനെയാണ് ഈ അന്ധമായ ആരാധന ഇല്ലാതാക്കുന്നത്. അവിടെയാണ് ഏകാധിപത്യത്തിന്റെ വിത്ത് മുളയ്ക്കുന്നത്. ശരിയാണ്. ഈ പോയിന്റ് ക്ലിയറായി ഭയങ്കര റെലവന്റ് ആണ് ഇപ്പോഴും. ഇനി അടുത്ത മുന്നറിയിപ്പ് എന്തോ ഗ്രാമറുമായി ബന്ധപ്പെട്ടതാണെന്ന് തോന്നുന്നു. അതെ, അരാജകത്വത്തിന്റെ വ്യാകരണം, ഗ്രാമർ ഓഫ് അനാർക്കി. ഇത് അംബേദ്കറുടെ കിടിലൻ പ്രയോഗങ്ങളിലൊന്നാണ്. ഗ്രാമർ ഓഫ് എനാർക്കിയോ? ഞാൻ വിചാരിച്ചു പുതിയ വല്ല ഗ്രാമർ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ വല്ല മെറ്റൽ ബാൻഡിന്റെ പേരോ ആണെന്ന്. സംഭവം എന്താണ്? ഒന്നുമില്ല, സിമ്പിളാണ്. അദ്ദേഹം പറഞ്ഞത് ഭരണഘടനാ വിരുദ്ധമായ മാർഗങ്ങൾ ഉപേക്ഷിക്കണം, അബാൻഡൺ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ മെത്തേഡ്സ്. ആ, സ്വാതന്ത്ര്യം കിട്ടുന്നതിനു മുമ്പ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ഗാന്ധിജി കൊണ്ടുവന്ന രീതികളില്ലേ? സത്യാഗ്രഹം, നിയമലംഘനം, സിവിൽ ഡിസൊബീഡിയൻസ്. ആ, ഓർക്കുന്നു. ഉപ്പു സത്യാഗ്രഹം, നിസ്സഹകരണ സമരം ഹിസ്റ്ററി ക്ലാസ്സിൽ പഠിച്ചതല്ലേ? അതെ, അവ അന്ന് ആവശ്യമായിരുന്നു. കാരണം നമ്മുടെ അവകാശങ്ങൾ നേടാൻ വേറെ മാർഗങ്ങളില്ലായിരുന്നു. ശരിയാണ്. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടി, നമുക്ക് നമ്മുടേതായ ഭരണഘടനയും ജനാധിപത്യ രീതികളും നിലവിൽ വന്നു. ഉം, അതിനുശേഷം ഈ പഴയ സമരമാർഗങ്ങൾ, അതായത് നിയമം ലംഘിക്കുക, പൊതുമുതൽ നശിപ്പിക്കുക, ബലം പ്രയോഗിക്കുക, ഇവയൊന്നും ആവശ്യമില്ല. ഓഹോ, നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പാർലമെന്റുണ്ട്, കോടതികളുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്. ഈ ഭരണഘടനാപരമായ വഴികൾ ഉപയോഗിക്കണം. ശരി. അത് ഉപയോഗിക്കാതെ പഴയ അക്രമ നിയമലംഘന രീതികൾ തുടർന്നാൽ അത് അരാജകത്വത്തിലേക്ക് നയിക്കൂ. അതാണ് അരാജകത്വത്തിന്റെ വ്യാകരണം, ഒരു ക്രമമില്ലായ്മ. ഓഹോ, അപ്പോ ന്യായമായ ഒരു കാര്യത്തിനു വേണ്ടി നമ്മുടെ കോളേജിൽ ഇടയ്ക്ക് നടക്കുന്ന പഠിപ്പ് മുടക്കും കുത്തിരിപ്പ് സമരവുമൊക്കെ ഈ ഗ്രാമർ ഓഫ് അനാർക്കിയിൽ പെടുമോ? നല്ല ചോദ്യം. ചിലപ്പോ വെറുതെ ക്ലാസ്സിൽ കേറാതിരിക്കാൻ വേണ്ടിയും സമരം നടക്കാറുണ്ടല്ലോ. അതൊക്കെ ഇതിൽ വരുമോ? അത് സാഹചര്യമനുസരിച്ചിരിക്കും. സമാധാനപരമായ പ്രതിഷേധങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അതിൽ തെറ്റില്ല. പക്ഷേ ഭരണഘടന നൽകുന്ന വഴികൾ ഉപയോഗിക്കാതെ കാര്യങ്ങൾ അക്രമാസക്തമാക്കുകയോ നിയമം കയ്യിലെടുക്കുകയോ ചെയ്യുന്നത് തീർച്ചയായും അംബേദ്കർ പറഞ്ഞ ആ അരാജകത്വത്തിൽ വരും. പ്രശ്നപരിഹാരത്തിന് ശരിയായ വഴികളുള്ളപ്പോൾ അവ ഉപയോഗിക്കാതെ അലമ്പുണ്ടാക്കുന്നത് രാജ്യത്തെ ദുർബലപ്പെടുത്തുമെന്നാണ് അദ്ദേഹം വാദിച്ചത്. മനസ്സിലായി. അപ്പോൾ റൂൾസ് നോക്കണം, അതിന്റെ സ്പിരിറ്റും നോക്കണം, നേതാക്കളെ പൂജിക്കരുത്, സമരം ചെയ്യുമ്പോൾ അലമ്പുണ്ടാക്കരുത്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? അടുത്തത് കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു ആശയമാണ്. സാമൂഹിക ജനാധിപത്യവും രാഷ്ട്രീയ ജനാധിപത്യവും. സോഷ്യൽ ഡെമോക്രസി വേഴ്സസ് പൊളിറ്റിക്കൽ ഡെമോക്രസി. ഓക്കെ, രാഷ്ട്രീയ ജനാധിപത്യം സിമ്പിളാണ്. ഒരാൾക്ക് ഒരു വോട്ട്, ഒരു വോട്ടിന് ഒരു വില. 1 person 1 vote, 1 vote 1 value. ഇലക്ഷൻ, ഗവൺമെന്റ്, ഭരണം, അതല്ലേ? അതെ, അതാണ് പൊളിറ്റിക്കൽ ഡെമോക്രസി. എന്നാൽ അംബേദ്കർ ചോദിച്ചത് ഈ രാഷ്ട്രീയ ജനാധിപത്യം മാത്രം മതിയോ? പോരാ എന്നാണ് ഉത്തരം. നമുക്ക് വേണ്ടത് സാമൂഹിക ജനാധിപത്യമാണ്, സോഷ്യൽ ഡെമോക്രസി. അതെന്താണ് സംഭവം? അതായത് നമ്മുടെയെല്ലാം നിത്യജീവിതത്തിൽ, സമൂഹത്തിൽ, കുടുംബത്തിൽ, ജോലിസ്ഥലത്ത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രെറ്റർണിറ്റി എന്നിവ അനുഭവിക്കാൻ കഴിയണം. ഓ, ആ ഫ്രഞ്ച് വിപ്ലവം വാക്യങ്ങൾ. അതെ, ഈ സാമൂഹിക ജനാധിപത്യമാണ് രാഷ്ട്രീയ ജനാധിപത്യത്തിന്റെ അടിത്തറ. അതല്ലെങ്കിൽ രാഷ്ട്രീയ ജനാധിപത്യം വെറും പുറംമോടി മാത്രമായിരിക്കും, എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാം. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി. ഈ ഫ്രെറ്റേണിറ്റി എന്ന വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് നമ്മുടെ ഹോസ്റ്റലിലെ ചങ്കുകളെ ഓർമ്മ വരുന്നത്. അതെങ്ങനെ?
ഒരുത്തിന് പണി കിട്ടിയാൽ ബാക്കി എല്ലാരും കൂടെ നിൽക്കുന്നത്, രാത്രി ഫുഡ് ഷെയർ ചെയ്യുന്നത്, എക്സാമിന് തലേന്നോ ഉറക്കമിളച്ചിരുന്ന് ഗ്രൂപ്പ് സ്റ്റഡി നടത്തുന്നത്, ഇതൊക്കെ ഒരു തരം സാഹോദര്യമല്ലേ? ശരിയാണ്. ഞാനിത് വെച്ചൊരു മീം ഉണ്ടാക്കിയാലോ? ഫ്രെറ്റേണിറ്റി എക്സ്പ്ലെയിൻഡ് ബൈ ഹോസ്റ്റൽ മച്ചാൻസ്. തീർച്ചയായും. അതൊക്കെ സാഹോദര്യത്തിന്റെ ചെറിയ നല്ല ഉദാഹരണങ്ങളാണ്. നല്ല വൈബാണത്. പക്ഷേ അംബേദ്കർ വിഭാവനം ചെയ്ത സാഹോദര്യം കുറച്ചുകൂടി വലിയ ക്യാൻവാസിലാണ്. ഓ, നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും പേരിലുള്ള വേർതിരിവുകളില്ലാതായി എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്നുള്ള ഒരു ബോധം, ആ ഒരു ഫീൽ, അതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. മനസ്സിലായി. പരസ്പരം ശത്രുതയില്ലാതെ ബഹുമാനത്തോടെ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം. ഹോസ്റ്റലിലെ കൂട്ടായ്മ നല്ല തുടക്കമാണ്, പക്ഷേ എത്തേണ്ടത് അവിടെയല്ല. ശരിയാണ്. അത് കുറച്ചുകൂടി സീരിയസ് കാര്യമാണ്. നമ്മൾ അവിടെ എത്തിയിട്ടില്ല അല്ലേ? അപ്പോൾ ഈ സാമൂഹിക ജനാധിപത്യം ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളിലേക്കാണോ അടുത്ത പോയിന്റ് പോകുന്നത്? എക്സാക്ട്ലി. അവിടെയാണ് അംബേദ്കറുടെ ഏറ്റവും പ്രശസ്തവും ശക്തവുമായ മുന്നറിയിപ്പ് വരുന്നത്. വൈരുദ്ധ്യങ്ങളുടെ ജീവിതം, ലൈഫ് ഓഫ് കോൺട്രഡിക്ഷൻസ്. വൈരുദ്ധ്യങ്ങളോ? എന്ത് വൈരുദ്ധ്യം? അദ്ദേഹം പറഞ്ഞു, 1950 ജനുവരി 26 നമ്മൾ ഇന്ത്യക്കാർ ഒരു വൈരുദ്ധ്യങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എങ്ങനെ? രാഷ്ട്രീയത്തിൽ നമുക്ക് സമത്വമുണ്ടാകും. എല്ലാ പൗരന്മാർക്കും തുല്യ വോട്ടവകാശം. 1 മാൻ 1 വോട്ട്. ശരി. എന്നാൽ നമ്മുടെ സാമൂഹികവും സാമ്പത്തികവുമായ ജീവിതത്തിൽ നമ്മൾ ഈ സമത്വം നിഷേധിക്കും. അതെങ്ങനെ? കാരണം നമ്മുടെ സാമൂഹിക ഘടനയിൽ പ്രധാനമായും ജാതി വ്യവസ്ഥ കാരണം ഒരാൾക്ക് ജനനം കൊണ്ട് തന്നെ മറ്റൊരാളെക്കാൾ താഴ്ന്ന പദവിയാണ് കൽപ്പിക്കപ്പെടുന്നത്, അല്ലേ? ശരിയാണ്. അതുപോലെ സാമ്പത്തികമായി ഭീമമായ അന്തരമുണ്ട്. ചിലർക്ക് കോടികളുടെ ആസ്തി, മറ്റു ചിലർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ല. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു വ്യക്തി ഒരു വോട്ട് ഒരു വില എന്ന് പറയുമ്പോൾ തന്നെ സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് ഒരു വില എന്ന തത്വം നമ്മൾ അംഗീകരിക്കുന്നില്ല. ഈ വൈരുദ്ധ്യം എത്ര കാലം തുടരാൻ പറ്റും എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ശരിയാണല്ലോ. നമ്മൾ ദിവസവും കാണുന്ന കാര്യം. ഇലക്ഷൻ ദിവസം എല്ലാവരും ക്യൂവിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ആ സമത്വം, അത് പിറ്റേ ദിവസം മുതൽ കാണില്ല. അതെ. ജാതിയും പണവും അധികാരവുമൊക്കെ അനുസരിച്ച് ആളുകളുടെ വില മാറിക്കൊണ്ടിരിക്കും. ഈ വൈരുദ്ധ്യം തുടർന്നാൽ ആളുകൾ സഹിക്കില്ലെന്ന് അംബേദ്കർ പറഞ്ഞു, അല്ലേ? അതെ. ഈ വൈരുദ്ധ്യം എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കിയില്ലെങ്കിൽ സാമൂഹികവും സാമ്പത്തികവുമായി അടിച്ചമർത്തപ്പെട്ടവർ ഈ രാഷ്ട്രീയ ജനാധിപത്യത്തിന്റെ ഘടനയെ തന്നെ തകർത്ത് കളയും എന്നദ്ദേഹം ഭയന്നു. പൊട്ടിത്തെറിക്കും എന്ന്. രാഷ്ട്രീയ സമത്വം യാഥാർത്ഥ്യമാകണമെങ്കിൽ സാമൂഹികവും സാമ്പത്തികവുമായ സമത്വം കൂടി വേണം. അല്ലെങ്കിൽ ഈ സംവിധാനം നിലനിൽക്കില്ല. ഭീകരം തന്നെ. ഈ പോയിന്റ് കേട്ടിട്ട് ഒരുമാതിരി ഉള്ളിലൊരു കൊള്ളിയാൻ മിന്നുന്നു. ഇതിനോട് ചേർത്ത് ആ സാഹോദര്യത്തിന്റെ ഫ്രെറ്റേണിറ്റിയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞില്ലേ? അതും ഈ വൈരുദ്ധ്യവുമായി ബന്ധമുണ്ടോ? തീർച്ചയായും. സാഹോദര്യത്തിന്റെ അഭാവം, ലാക്ക് ഓഫ് ഫ്രെറ്റേണിറ്റി, ഇതാണ് ഇന്ത്യ നേരിടുന്ന മറ്റൊരു വലിയ വെല്ലുവിളിയെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ രാഷ്ട്രീയമായ ഒരു രാജ്യമാണെങ്കിലും സാമൂഹികമായി നമ്മൾ ഒന്നല്ല. ആയിരക്കണക്കിന് ജാതികളായി നമ്മൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അതെ. ഈ ജാതികൾ വെറും വേർതിരിവുകളല്ല, അവ രാഷ്ട്രവിരുദ്ധമാണ്, ആന്റി നാഷണൽ എന്നാണ് അംബേദ്കർ പറഞ്ഞത്. അമ്പമ്പോ, ആന്റി നാഷണലിനൊക്കെ പറഞ്ഞോ? അത്രയ്ക്കും പ്രശ്നമുള്ളോ ഈ ജാതി? അതെ. കാരണം ജാതി ഓരോ ഗ്രൂപ്പും മറ്റുള്ളവരെക്കാൾ ഉയർന്നതാണെന്ന് പഠിപ്പിക്കുന്നു, പരസ്പരം അസൂയയും വിദ്വേഷവും വളർത്തുന്നു, പൊതുവായ കാര്യങ്ങളിൽ ഒന്നിച്ചു പ്രവർത്തിക്കുന്നതിൽ നിന്ന് ആളുകളെ തടയുന്നു. ശരിയാണ്. ഇങ്ങനെ വിഘടിച്ചു നിൽക്കുന്ന ഒരു ജനതയ്ക്ക് എങ്ങനെയാണ് ഒരു രാഷ്ട്രം, നേഷൻ ആകാൻ കഴിയുക? ഒരു ടീമായി പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ. സാഹോദര്യമില്ലെങ്കിൽ സ്വാതന്ത്ര്യവും സമത്വവും വെറും വാക്കുകൾ മാത്രമായിരിക്കും. സത്യം. പുറമേക്ക് നമ്മളെല്ലാരും ഒന്നാണെന്ന് പറയുമെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മുടെ കോളേജിലെ പല ഗ്രൂപ്പുകൾക്കിടയിലും ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുമൊക്കെ ഒരു അകൽച്ചയും ഞങ്ങളാണ് ബെസ്റ്റ് എന്ന മനോഭാവവും കാണാറില്ലേ? ഉണ്ട്, ഉറപ്പായും. ഒരു ചെറിയ രൂപത്തിൽ ഈ വിഭജനം അവിടെയും കാണാം. വളരെ സെൻസിറ്റീവ് വിഷയമാണെങ്കിലും ഇത് പറയാതിരിക്കാൻ വയ്യ. ഉണ്ട്. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അംബേദ്കർ വിരൽ ചൂണ്ടിയ ആ പ്രശ്നം, സാമൂഹികമായ ഈ അകൽച്ചയും അസമത്വവും ഇപ്പോഴും പൂർണ്ണമായി മാറിയിട്ടില്ല. സാഹോദര്യം വളർത്തുക എന്നത് ഇപ്പോഴും വലിയൊരു വെല്ലുവിളിയാണ്. ശരിയാണ്. അപ്പോ ഇത്രയൊക്കെ സീരിയസ് പ്രശ്നങ്ങളും മുന്നറിയിപ്പുകളുമൊക്കെ പറഞ്ഞിട്ട് ഇതിനൊക്കെ ആരാണ് ഉത്തരവാദി?
ആരാണ് ഇതൊക്കെ ശരിയാക്കേണ്ടത്? വല്ല സൂപ്പർ ഹീറോയും വരുമോ രക്ഷിക്കാൻ? ഹും. അവിടെയാണ് അംബേദ്കർ ഏറ്റവും മർമ്മപ്രധാനമായ പോയിന്റ് പറയുന്നത്. ഉത്തരവാദിത്തം ആരുടേതാണെന്ന് വ്യക്തമാക്കുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ വാക്കുകൾ. എന്താണത്? ഭരണഘടന എത്ര നല്ലതാണെങ്കിലും അത് പ്രവർത്തിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടവർ മോശക്കാരാണെങ്കിൽ അത് തീർച്ചയായും മോശമായി മാറും. ഓ, ഭരണഘടന എത്ര മോശമാണെങ്കിലും അത് പ്രവർത്തിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടവർ നല്ലവരാണെങ്കിൽ അതിനെ മെച്ചപ്പെടുത്താൻ സാധിക്കും. വാവ്, കിടുക്കി, പൊള്ളി സാനം, സിമ്പിൾ, പവർഫുൾ. അതെ. അപ്പോ ഈ ഭരണഘടനയുടെ വിജയം എന്നത് ആ പുസ്തകത്തിലെ അക്ഷരങ്ങളിലല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരും, സാധാരണ പൗരന്മാര്, രാഷ്ട്രീയക്കാര്, ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ഈ ഭരണഘടനയെ ഉപയോഗിക്കുന്നത്, എങ്ങനെ പെരുമാറുന്നു എന്നതിലാണല്ലേ കാര്യം? അതുതന്നെ. എക്സാക്ട്ലി. ഭരണഘടന ഒരു നിർജീവമായ വസ്തുവാണ്, ഒരു ടൂള് പോലെ. അതിന് ജീവൻ നൽകുന്നത് ജനങ്ങളാണ്. നമ്മളാണ്. ജനങ്ങളുടെ സ്വഭാവം, അവരുടെ ധാർമ്മികത, അവർ ജനാധിപത്യ മൂല്യങ്ങളെ എത്രമാത്രം വിലമതിക്കുന്നു എന്നതനുസരിച്ചിരിക്കും അതിന്റെ ഭാവി. സൂപ്പർ ഹീറോ നമ്മൾ ഓരോരുത്തരുമാണ്, അല്ലെങ്കിൽ വില്ലന്മാരും നമ്മളാകാം. അയ്യോ, അപ്പോ ഉത്തരവാദിത്വം മൊത്തം നമ്മുടെ തലയിലാണല്ലോ. പണിപാളിയോ? നമ്മളൊക്കെ നല്ല ആളുകളാവോ അതോ അംബേദ്കർ പേടിച്ച ആ മോശം ആളുകളാകുമോ എന്തോ? ചിരിക്കുന്നു. അത് നമ്മൾ തീരുമാനിക്കണം. എന്തായാലും ഈ ചർച്ച ഒരു രക്ഷയില്ലായിരുന്നു. വെറുതെ അസൈൻമെന്റ് എന്ന് പറഞ്ഞ് മടിച്ചിരിക്കാതെ ഇത് സംസാരിച്ചത് നന്നായി. തലയ്ക്കകത്ത് കുറേ സാധനം കയറി, ശരിക്കും. അതെ, എനിക്കും. അപ്പൊ നമ്മൾ ചുരുക്കത്തിൽ എന്തൊക്കെയാ ടച്ച് ചെയ്തത്? ഒന്നോടിച്ചു പറഞ്ഞാലോ? പറയാം. നിയമം അക്ഷരം പ്രതി നോക്കിയാൽ മാത്രം പോരാ, അതിന്റെ സ്പിരിറ്റ്, അതായത് ഭരണഘടനാപരമായ ധാർമ്മികത വേണം. ശരി. പിന്നെ നേതാക്കന്മാരെ കണ്ണടച്ചാരാധിക്കുന്ന വ്യക്തിപൂജ അപകടമാണ്. ഓക്കെ. പ്രശ്നപരിഹാരത്തിന് ഭരണഘടനാപരമായ മാർഗങ്ങൾ ഉപയോഗിക്കണം, അരാജകത്വത്തിന്റെ വ്യാകരണം വേണ്ട. അതെ, വോട്ട് ചെയ്യാനുള്ള അവകാശമെന്ന രാഷ്ട്രീയ ജനാധിപത്യം മാത്ര പോരാ. ജീവിതത്തിൽ സമത്വവും സാഹോദര്യവും ഉറപ്പാക്കുന്ന സാമൂഹിക ജനാധിപത്യമാണ് ആത്യന്തിക ലക്ഷ്യം. പിന്നെ ഏറ്റവും പ്രധാനം, രാഷ്ട്രീയ സമത്വവും സാമൂഹിക സാമ്പത്തിക അസമത്വവും തമ്മിലുള്ള ആ വലിയ വൈരുദ്ധ്യം, അത് നമ്മൾ ഇല്ലാതാക്കണം. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് ഭരണഘടനയുടെ ഭാവി നമ്മുടെ എല്ലാം കയ്യിലാണെന്നുള്ള ആ ഞെട്ടിക്കുന്ന സത്യം. ഹോ, അത് തന്നെ. എക്സാക്ട്ലി. അപ്പോ ഈ ചർച്ച കേട്ടുകൊണ്ട് ഞങ്ങളോടൊപ്പം കൂടിയ നിങ്ങളോടും ഒരു ചെറിയ ചിന്ത പങ്കുവച്ച് നിർത്താം. ചോദിക്കേ. അംബേദ്കർ ഇത്രയധികം പ്രാധാന്യം നൽകിയ ആ സാഹോദര്യം, ആ ഫ്രെറ്റേണിറ്റി കുറച്ചെങ്കിലും യാഥാർത്ഥ്യമാക്കാൻ, അദ്ദേഹം ആശങ്കപ്പെട്ട ആ ദൈനംദിന ജീവിതത്തിലെ അസമത്വങ്ങൾ ലേശം കുറയ്ക്കാൻ, നമ്മളെയെല്ലാം ഒരുമിപ്പിക്കുന്ന ആ രാഷ്ട്രമെന്ന ബോധം ശക്തിപ്പെടുത്താൻ, നിങ്ങൾക്ക് വ്യക്തിപരമായി നിങ്ങളുടെ ചുറ്റുവട്ടത്ത്, അത് ക്ലാസ് റൂമിലോ ക്യാൻറ്റീനിലോ ബസ്സിലോ സോഷ്യൽ മീഡിയയിലോ എവിടെയാകട്ടെ, ചെയ്യാൻ കഴിയുന്ന വളരെ ചെറിയ പ്രായോഗികമായൊരു കാര്യമെന്തായിരിക്കും? നല്ല ചോദ്യം. വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ചെറിയ കാര്യം മതി. അടിപൊളി ചോദ്യം. എല്ലാരും ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്തായാലും എന്റെ തല പുകഞ്ഞു, സത്യം. ഇനി ഒരു ചൂട് ചായ കുടിച്ചേ പറ്റൂ. എനിക്കും വേണം. വാ പോകാം. വാ, അടുത്ത പോഷൻ പിന്നെ നോക്കാം. ബൈ.